നമുക്ക് ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന 2 കുക്കീസ് ഉണ്ടാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം ന്യൂട്ടെല്ല കുക്കീസ് ആണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഫ്ലോർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. 1 കപ്പ് ഫ്ലോറിന് 1 കപ്പ് ന്യൂട്ടെല്ല. പിന്നെ വേണ്ടത് 1 മുട്ട. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് ഈ ഫ്ലോർ ഇടാം. ഇനി ഇതിലേക്ക് ന്യൂട്ടെല്ല ഇടാം. രണ്ടും ഒരേ അളവ് ഉണ്ടാവണം. ഇനി ഇതിലേക്ക് മുട്ടയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടാവും കൈ കൊണ്ട് ചെയ്യുന്നത് കൊണ്ട്. ഇതിനെ ഒരു ഡോ ആവുന്നത് വരെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് അല്പം എണ്ണയോ ബട്ടറോ തടവിയിട്ട് ഒരു ചെറിയ പോർഷൻ ഡോ എടുത്ത് ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബോളിനെ ബേക്കിംഗ് ട്രേയിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യാം. ബേക്കിംഗ് ട്രേയിൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇച്ചിരി ബട്ടറും കൂടി തടവിയിട്ട് വെക്കണം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഒരുപോലെ വേണമെങ്കിൽ ഒരുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ബോളാക്കി ഒന്ന് 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്യാം. എന്നിട്ട് ഒരു ഫോർക്ക് എടുത്ത് ഇതുപോലെ ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി ഒരു 12-15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കണം. ഓവന് പ്രീഹീറ്റ് ചെയ്യണം ഒരു 10 മിനിറ്റ്. അത് 180 ഡിഗ്രിയിലായിരിക്കണം. അപ്പോൾ ഒരു 12-15 മിനിറ്റോളം ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിൽ നമ്മളെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ചൂടും അതുപോലെ. അപ്പോൾ ഇതിനെ ഇനി ഒന്ന് തണുക്കാൻ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചായൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ ന്യൂട്ടെല്ല കുക്കീസ് ട്രൈ ചെയ്ത് നോക്കണം. ബട്ടർ കുക്കീസിനായിട്ട് 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 100 ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ആദ്യം ഈ ബട്ടറിനെ മിക്സിംഗ് ബൗളിലേക്ക് ഇടാം. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ ഉണ്ടാവണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. ഇതിന് 1 മിനിറ്റോളം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ പൗഡർ ചെയ്ത ഷുഗറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം. അത് ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഇത് നല്ലോണം ക്രീമി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്യാം. അതുപോലെ ഉപ്പും കൂടി ആഡ് ചെയ്ത് 1 മിനിറ്റോളം പിന്നെയും ബീറ്റ് ചെയ്തെടുക്കാം. ശരിക്കും മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഫ്ലോറും കൂടി ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. സൈഡിൽ നിന്നൊക്കെ സ്ക്രേപ്പ് ചെയ്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ശരിക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സൈസിൽ ഈ കുക്കീസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ചെയ്യുന്ന മുമ്പ് അല്പം എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട്
ഒരു ചെറിയ പോർഷൻ എടുത്ത് ഒരു ചെറിയ ബോൾ ഉണ്ടാക്കി അതിനെ 2 പാംസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് കൊടുക്കണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഷേപ്പ് ചെയ്ത ശേഷം ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കാം. മറ്റേ കുക്കീസ് ചെയ്തതുപോലെ ഒന്ന് തണുത്തിട്ടായിരിക്കണം കഴിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഈ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 കുക്കീസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പിയായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.